അപ്പൊ ഞാൻ അതിൽ ഒരു ഫ്രണ്ടിനെ വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ ഭയങ്കര കോളേജിൽ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ട്, അപ്പോൾ അവൻ തലേദിവസം മരിച്ചു. അപ്പൊ അവന്റെ ലാസ്റ്റ് ഞാൻ ഇത് നോക്കുമ്പോ എനിക്ക് 99 രൂപയുടെ റീചാർജ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വോയിസ് ഇട്ട് വെച്ചേക്കാം. ഞാനത് ചെയ്തു കൊടുത്തിട്ടില്ല. ഞാനപ്പോ നമ്മള് ഇപ്പൊ ജോക്കറിന്റെ കാര്യം പറയുമല്ലോ, എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നമ്മള് കോമാളികളാണ്, ആൾക്കാരെ ചിരിപ്പിക്കാനുള്ളവരാണ്. എൻ്റെ വീട്ടിലത്തെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഞാൻ വന്ന ചുറ്റുപാടൊന്നും ആൾക്കാർക്ക് കേൾക്കണമെന്നുണ്ടാവില്ല. ഇപ്പൊ നമ്മളിപ്പോ പറയുകയാണെങ്കിൽ ഇപ്പോ സ്റ്റാർട്ടുള്ള മറ്റേ നെപ്പോ കിഡ്സ് എന്നൊക്കെ പറയുമല്ലോ നമ്മളിപ്പോ ബാക്കി ലാംഗ്വേജുകളിലായാലും എവിടെ. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഡിക്യുനൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഡിക്യുനെ പറ്റി പറയാൻ ആളൊന്നല്ല, ബട്ട് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായെന്നൊക്കെ ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പൊ ചേട്ടൻ ഈ സംസാരിച്ചോണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് തന്നെ കുറെ കാര്യങ്ങൾ എനിക്ക് മനസ്സിൽ ഇൻസെക്യൂരിറ്റീസ് കുറെ ഉണ്ടായിരുന്ന ആളാണ്, അത് ഓവർകം ചെയ്ത് വന്ന ആളായിട്ട് ഫീൽ ചെയ്തു. എങ്ങനെയാണ് ആ ഇൻസെക്യൂരിറ്റീസിനെ ഒക്കെ ഓവർകം ചെയ്തത്? അവിടെ നമ്മളിവിടെ നിലനിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മളിങ്ങനെ പയ്യെ എങ്ങനെ പറയാ, അത് ഓവർകം അതൊരു ഗ്രാജുവലി ഉള്ള ഒരു പ്രോസസ് ആയിട്ട് എനിക്ക് തോന്നണേ. പിന്നെ കുറെയൊക്കെ നമുക്ക് ആൾക്കാരുടെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആൾക്കാരുടെ ഒരു അപ്രിസിയേഷൻ ഒക്കെ നമുക്ക് ആ ഒരു നമ്മുടെ ഇൻസെക്യൂരിറ്റീസിനൊക്കെ ഒന്ന് കുറച്ചൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കേട്ടോ, എനിക്കറിയില്ല, ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും. എന്നെ സംബന്ധിച്ച് ഇപ്പൊ നമ്മൾ പറയില്ല, എനിക്ക് എന്നിലുള്ള പ്രശ്നങ്ങളും എന്നിലുള്ള കുറവുകളോ ഇതുകളൊക്കെ ഞാൻ എന്നെ തന്നെ ആദ്യം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്ക് എന്നെ പറ്റി നല്ല ഒരു ധാരണയുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഏറ്റവും അധികം വേണ്ടത് നല്ല ധാരണയുണ്ട് എന്നെ പറ്റിയിട്ട്. പക്ഷെ എനിക്കത് ഒരേ സമയം ചില സമയങ്ങളിൽ ആ ധാരണ വെച്ചിട്ട് ഞാൻ എന്നെ തന്നെ ഹ്യൂമർ ആക്കിയിട്ട് തമാശ പറയാനും, എന്നുവെച്ചാൽ വേറൊരു സൈഡില് അതേ ഹ്യൂമർ വെച്ചിട്ട് വിഷമിക്കാനും, അതായത് പറഞ്ഞ ഹ്യൂമർ തന്നെ എനിക്ക് വേറൊരു സമയത്ത് അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ചിന്തിക്കുമ്പോ ചിലപ്പോ എൻ്റെ ഒരു കുറവിൽ നിന്നാണല്ലോ ഞാൻ ഒരു കോമഡി പറയുന്നത്. അപ്പൊ ആ കുറവ് ചിലപ്പോ എനിക്ക് വിഷമം ഉണ്ടാക്കിയ പല പാസ്റ്റുകൾ ഉണ്ടാവാം. എൻ്റെ ഉള്ളിലുള്ളതും എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ എൻ്റെ മോട്ടിവേഷനും കേൾക്കാൻ വേണ്ടി മാത്രമല്ല ആൾക്കാർ ഇരിക്കുന്നത്. ആൾക്കാര് എന്നിൽ നിന്ന് എന്റർടൈൻ ആയിട്ടുള്ള ഇപ്പൊ ഞാൻ ഇത്ര നേരം സംസാരിച്ചപ്പോ കുറച്ച് കാര്യമായി സീരിയസ് ആയിട്ട് കുറെ മാറ്ററിലൂടെ നമ്മൾ സംസാരിച്ചു. ചിലപ്പോ ഇത് ആൾക്കാർ എത്ര പേര് കണ്ടോണ്ടിരിക്കുന്നു പോലും എനിക്കറിയില്ല. അത് ആൾക്കാർ ചിലപ്പോ കണ്ടോണ്ടിരിക്കില്ല. എന്റെ കഥ കേട്ടിട്ട് എനിക്ക് എന്ത് ഉപകാരം എന്ന് തോന്നും. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കും എന്നെ അങ്ങനെ പോർട്രേ ചെയ്യാൻ വലിയ ഇൻട്രസ്റ്റ് അല്ല. പക്ഷെ ഇത് നമ്മളിങ്ങനെ കുറച്ച് ഒരു ഇതായതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോ നമുക്ക് ഈ പറയുന്ന പോലെ സ്റ്റേജിലും കാര്യങ്ങളിലൊക്കെ നിൽക്കുമ്പോ അവിടെ എൻ്റെ വീട്ടിലത്തെ പ്രശ്നമോ അല്ലെങ്കിൽ എൻ്റെ നാട്ടിലത്തെ പ്രശ്നമോ എൻ്റെ കൂട്ടുകാരുടെ പ്രശ്നമോ അല്ലെങ്കിൽ ലിറ്ററലി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഉടൻപണത്തിന്റെ സമയത്ത് രാവിലെ 6:30 7 മണിക്ക് എന്തോ ഞാൻ എഴുന്നേക്കുന്ന സമയത്ത് ഫോൺ സൈലന്റ് ആയിരുന്നു. എന്റെ ഫോണിൽ ഒരു 10-15 മിസ് കോള്. അപ്പോ എനിക്ക് മനസ്സിലായി എന്തോ പ്രശ്നമാണ്. കാരണം എന്റെ കോളേജിൽ പഠിച്ചവന്മാരാണ് വിളിച്ചാണ് കുറെ നാൾക്ക് ശേഷം വിളിച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ പന്തികേടാണെന്നുള്ളു. ഞാൻ ഷൂട്ടിന് പോവാൻ നിൽക്കട്ടെ, രാവിലെ റെഡി ആവാൻ നിൽക്കുക. അതായത് 8 മണിക്ക് അവിടെ എത്തണം. ഞാൻ 7 മണിക്ക് എന്തോ ആണ് ഈ കോളുകൾ കണ്ടിട്ട് ഞാൻ ഇതില് ആരെ വിളിക്കണം എന്നുള്ളത് കൺഫ്യൂഷൻ. എനിക്ക് മീൻസ് ഉള്ളിലൊരു ഭയം വന്നു പെട്ടെന്ന്, എന്തോ റോങ് ആയിട്ടുള്ള സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയും മിസ് കോളുകൾ രാത്രി തന്നെ വിളിക്കില്ല ഇവന്മാര്, അറ്റ്ലീസ്റ്റ് മെസ്സേജെങ്കിലും അയച്ചിടും. അപ്പൊ ഞാൻ ഒരു ഫ്രണ്ടിനെ വിളിച്ചു. അപ്പോ വിളിച്ചപ്പോ പറഞ്ഞു എൻ്റെ ഭയങ്കര കോളേജിൽ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ വീടിന്റെ അടുത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ട്, അവൻ തലേദിവസം മരിച്ചു ആക്സിഡന്റില്. അപ്പോ
അത് എനിക്ക് ഭയങ്കര ഇമോഷണലി ഞാൻ ഭയങ്കര എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ കൈയും കാലൊക്കെ വിറയ്ക്കുക. എനിക്ക് അവനെ കാണാൻ പോകാൻ പറ്റത്തില്ല. അന്ന് വൈകുന്നേരമാണ് നമ്മൾ ഈ ശവടപ്പം എന്നൊക്കെ പറയില്ലേ, ഇത് അങ്ങനെ ബോഡി എടുക്കുന്നത് വൈകുന്നേരം. അപ്പോ എനിക്ക് രാവിലെ ഷൂട്ടിന് എത്തണം. മീൻസ് ഞാൻ ഓൾറെഡി ഞാൻ അവരുടെ അക്കോമഡേഷൻ നിൽക്കുവാണല്ലോ. രാവിലെ വണ്ടി വരും, അതിൽ കയറി പോയാൽ മതി. പക്ഷെ അതിന്റെ ഇടയിൽ നമുക്ക് ഇമോഷണലി നമ്മള് തലേദിവസം എടുക്കുമ്പോ ഇല്ലാത്ത ഒരു ഭാരം എനിക്ക് രാവിലെ ആയപ്പോഴേക്ക് എത്തി. ഞാൻ ഷോ കയറുന്നതിലും തൊട്ട് മുമ്പ് അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇവിടുത്തെ ഷോ കഴിഞ്ഞ് പാലേക്കര ടോളിന്റെ അടുത്താണ്. ടോൾ പ്ലാസ കടന്നു കഴിഞ്ഞാൽ പിന്നെ എന്റെ വീട്ടിലേക്ക് ഒരു 1.5 കിലോമീറ്റർ ഒക്കെ ഉള്ളു. ആ ടോളിന്റെ അവിടെ എത്തുമ്പോഴേക്ക് ഇവൻ സ്വിച്ച് ഇട്ട പോലെ എന്നെ വിളിക്കുന്ന ഫ്രണ്ടാ. ഞാൻ ഇവിടുത്തെ എറണാകുളത്ത് നിന്ന് ഇടയ്ക്കാണല്ലോ നാട്ടിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ പോകുമ്പോ മറ്റേ നമ്മള് സിനിമകളിലൊക്കെ എപ്പോഴും കൂടി ഉണ്ടാവുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്. അതേപോലെ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാൽ ഇവൻ വർക്ക് ഉണ്ടോ, ജോലി അതൊന്നുമില്ല, ഇവൻ എപ്പോ വിളിച്ചാലും ആള് അപ്പൊ വരും. അല്ലെങ്കിൽ രാവിലെ ഒരു ആവശ്യമില്ലെങ്കിലും രാവിലെ തന്നെ വീട്ടിൽ വന്ന് നിൽക്കുന്നുണ്ടോ. എന്നിട്ട് ഞാൻ എഴുന്നേറ്റ് വരുമ്പോ ചിലപ്പോ വീട്ടില് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും എന്റെ വീട്ടില്. അത്രയും വീട്ടുകാരായിട്ടൊക്കെ അടുപ്പുള്ള ഒരു കൂട്ടുകാരനായിരുന്നു. അപ്പൊ അവൻ മരിച്ചത് എനിക്ക്, അപ്പൊ അവന്റെ ലാസ്റ്റ് ഞാൻ ഇത് നോക്കുമ്പോ അവൻ എനിക്ക് 99 രൂപയുടെ റീചാർജ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വോയിസ് ഇട്ട് വെച്ചേക്കാം. ഞാനത് ചെയ്തു കൊടുത്തിട്ടില്ല. ആ വോയിസും അതെ, അവ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വോയിസ് ഇടാ, ഒരു 11 രൂപ ഇട്ട്, അതായത് എന്തെങ്കിലും ബില്ലൊക്കെ കൊടുക്കുമ്പോ 10 രൂപയുടെ മിസ്സിംഗ് ഒക്കെ വരുമ്പോ 10 രൂപ ഇട്ട് 20. അപ്പൊ അങ്ങനെ ഇടാറുണ്ട്. അപ്പൊ അവന്റെ ലാസ്റ്റ് ഒരു 99 രൂപ എന്താ റീചാർജ് ചെയ്യുമെന്ന് ചോദിച്ച ഓഡിയോ. അപ്പൊ റീചാർജ് ചെയ്യുമെന്ന് ചോദിച്ചൊരു ഓഡിയോ ആയിരുന്നു. അപ്പൊ ഞാൻ ഷോയിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് എങ്ങനെ ഇത് ഓവർകം ചെയ്യണ്ടേന്ന് അറിയില്ല. ഞാനപ്പോ നമ്മള് ഇപ്പൊ ജോക്കറിന്റെ കാര്യം പറയുമല്ലോ, നമ്മള് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നമ്മള് കോമാളികളാണ്, ആൾക്കാരെ ചിരിപ്പിക്കാനുള്ളവരാണ്, പക്ഷെ ഉള്ളില് കരയാ. എനിക്ക് അത് ഒരു മരണം എന്നെ എത്രത്തോളം എഫക്ട് ചെയ്യുന്നുള്ളത് അന്നാണ് കിട്ടിയത്. അതും എനിക്ക് അന്നൊരു ഒന്ന് കരയാൻ പോലും പറ്റുന്നില്ല. ഞാൻ 1 മണിക്കൂറിനുള്ളിൽ ഞാൻ മേക്കപ്പ് ഇട്ടു, ഈ കണ്ണ് നിറയാൻ പറ്റുന്നില്ല. ഞാൻ എന്നിട്ട് ഷോന്റെ ഇടയിൽ ഈ ലൈവ്, എന്റെ മരണാന്തര ചടങ്ങ് ലൈവ് കാണുന്നു ബ്രേക്കില്. ഞാൻ എന്നിട്ട് പോയിട്ട് ഷോ ചെയ്യുന്നു. അങ്ങനെ ലിറ്ററലി ഒന്നും എനിക്ക് പറ്റുന്നില്ല, പക്ഷെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ഉള്ളുകൊണ്ട് അറിയാം, ഇവിടെ എന്റെ കൂട്ടുകാരൻ മരിച്ചത് പറയുന്നത് എനിക്ക് ചാനലിൽ പറയാന്ന് പറയുന്നത് അതൊരു ഓപ്ഷൻ അല്ല. അത് ഉള്ളിലുണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്ക് പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ കരഞ്ഞു നിൽക്കാനോ ഡൗൺ ആയിട്ട് നിൽക്കാനോ എനിക്ക് പറ്റത്തില്ല. കാരണം അപ്പുറത്ത് ഈ പറയുന്ന പോലെ ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് എന്റർടൈനിങ് ആയിട്ട് എന്ത് വരും എന്ന് കാണാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് എന്റെ നിറഞ്ഞ കണ്ണുകളോ എന്റെ വീട്ടിലത്തെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഞാൻ വന്ന ചുറ്റുപാടൊന്നും ആൾക്കാർക്ക് കേൾക്കണമെന്നുണ്ടാവില്ല. സ്വാഭാവികമായിട്ടും ഞാൻ അങ്ങനെ എൻ്റെ ആ വിഷമങ്ങളെയും ദുഃഖങ്ങളെയും ഒക്കെ എപ്പോഴോ എൻ്റെ ഉള്ളിൽ ഈ ഷോകളൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോ തന്നെ ഞാൻ അങ്ങനെ പൂട്ടി വെച്ച് തുടങ്ങി. മീൻസ് അതെന്റെ പെർഫോമൻസിനെ ബാധിക്കാത്ത രീതിയിൽ ഞാൻ എവിടെ ഉള്ളില് അടച്ച് ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും. അപ്പൊ എനിക്ക് ഈ പറയുന്ന ചെറിയ എന്റെ സംസാരത്തിൽ വരുന്ന മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ എന്നെ പറ്റിയിട്ട് മോശം ഒരാൾ പറഞ്ഞാലോ ഒന്നും എന്റെ പെർഫോമൻസിനെ ബാധിക്കാത്ത രീതിയിൽ ഞാൻ ലോക്ക് ചെയ്ത് വെക്കും. അപ്പൊ എനിക്ക് തൊട്ടുമുമ്പ് ഞാൻ ഷോ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് തൊട്ട് മുമ്പ് എനിക്കൊരു നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാലും അത് ഉള്ളിൽ എടുക്കുന്നുണ്ടാവും, പക്ഷെ പുറത്തോട്ട് ചിലപ്പോൾ ഞാൻ അതിന്റെ ഒരു ഹ്യൂമർ സൈഡ് ആയിരിക്കും പറയും. ഞാൻ ചിലപ്പോൾ ഷോന്റെ ഇടയിൽ ചേട്ടാ ഇന്നും കൂടി രാവിലെ ഒരാൾ എന്റെ പ്രോഗ്രാം കണ്ട എന്റെ സന്തോഷം എന്നെ അറിയിച്ചുള്ളൂ, സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ കേട്ട് മീൻസ് ഞാൻ ചിലപ്പോ അങ്ങനെയായിരിക്കും അതിന് പോർട്രേ ചെയ്യുന്നത്. ഞാൻ ചിലപ്പോ ഒരു എനിക്ക് വന്ന ഇൻസിഡന്റ് ആയിരിക്കും ഞാൻ ചിലപ്പോ ഒരു ഹ്യൂമർ സൈഡിലോട്ട് ചിലപ്പോ പറയുന്നത്. പക്ഷെ ഉള്ളിൽ ഈ പറയുന്ന പോലെ ഞാൻ ആ വിഷമം ഞാൻ മറ്റേ മണിച്ചിത്ര താഴിട്ട് പൂട്ടി വെക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലോട്ട് എത്താം. അതായത് നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് കാര്യങ്ങളൊന്നും കാണാൻ വേണ്ടിയിട്ടല്ല പ്രേക്ഷകർ ഇരിക്കുന്നതെന്നുള്ളത് റിയലൈസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ എന്റെ പേഴ്സണൽ ആയിട്ടുള്ളതും അല്ലെങ്കിൽ എന്റെ എന്ന് പറയുന്ന എന്റെ ഒരു സ്പേസ് ഉണ്ടാവുമല്ലോ, ആൾക്കാരെ അറിയാതെയും അറിയണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നതുമായിട്ടുള്ള എന്റെ കുറെ കാര്യങ്ങളുണ്ടാവും.
അതിനെ നമ്മൾ ഉള്ളിലോട്ട് എടുത്ത് വെക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഉണ്ടാവും നമ്മുടെ ഈ ഇൻസെക്യൂരിറ്റികളൊക്കെ. അപ്പോ അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്തിട്ട് പുറത്ത് ആൾക്കാരോട് പറയാൻ പറ്റുന്ന വിഷമങ്ങള് അല്ലെങ്കിൽ ദുഃഖങ്ങളൊക്കെ ഹാപ്പി ആക്കി ഒന്ന് പ്ലസന്റ് ആയിട്ട് അവതരിപ്പിക്കുമ്പോ അവര് ചിരിക്കും. എനിക്ക് ആ ചിരി മതി. അപ്പോ എനിക്ക് എന്റെ ആ കരച്ചിലിന്, എന്റെ ഉള്ളില് ഞാൻ പൂട്ടി വെച്ചിരിക്കുന്ന കരച്ചിലിന് എനിക്ക് കിട്ടുന്ന മറുമരുന്നാണ് ആ ചിരി. ഇപ്പോഴും ഉടൻപണം നിങ്ങള് 500 മൊത്തം ഞാൻ ഏകദേശം 700-750 എപ്പിസോഡ് മൊത്തം ചെയ്തിട്ടുണ്ട്. അതായത് 2 വർഷം കാലയളവാണ്. ആ 2 വർഷത്തെ കാലയളവില് എന്റെ ഏത് എപ്പിസോഡിലാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായെന്നൊക്കെ ചിലപ്പോ തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല. അപ്പോ അങ്ങനെ വരരുത് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോ ഈ പറയുന്ന പോലെ അത്തരത്തിലുള്ള പെയിൻഫുൾ പ്രശ്നങ്ങൾ വരെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുമ്പോ നമ്മളെ പറ്റി പറയുന്നതോ നമ്മളുടെ ഇതുകളൊന്നും നമ്മൾക്ക് അധികം പുറത്തോട്ട് നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള റിയലൈസേഷനും അതിനൊടുത്തേച്ച് അങ്ങനെ ഒരു പ്രോസസ്സിലൂടെയാണ് അത് ഒരു ഗ്രാജുവലി വന്ന ഒരു ഇതാണ്. ഫസ്റ്റ് ഷോ തൊട്ടേ ഞാൻ ഇതേപോലെ ചിന്തിച്ച് ഇതേപോലെ ഇപ്പൊ എനിക്ക് അന്നൊക്കെ എനിക്ക് വരുന്ന ഓരോ കമന്റ് പോലും എന്നെ ചിലപ്പോൾ ഹെർട്ട് ചെയ്യിപ്പിക്കുന്നുണ്ടാവാം. പക്ഷെ അതൊക്കെ ഞാൻ എന്റെ ഹ്യൂമറാക്കി പുറത്ത് പറയണമെന്ന് വിചാരിച്ച് ചെയ്യുമ്പോ ഞാൻ പറഞ്ഞില്ലേ ആ ദുഃഖത്തിന് എനിക്കുള്ള ഉപാധി എന്ന് പറഞ്ഞാൽ ആ ദുഃഖത്തിന് എനിക്ക് വേണമെങ്കിൽ കരഞ്ഞു തീർക്കാം, അല്ലെങ്കിൽ വിഷമിച്ച് ഡൗൺ ആയിട്ട് തീർക്കാം. പക്ഷെ ആ ദുഃഖത്തിന് നമുക്കൊരു മറുചിരിയായിട്ട് അതിനൊരു മറുപടി കിട്ടുമ്പോ ഞാൻ അവരുടെ ഇടയിൽ പോസിറ്റീവാക്കി തന്നിരുത്തുന്നത്. ഞാൻ എപ്പോഴും പോസിറ്റീവ് ആവണമെന്നില്ല, ബട്ട് അവരുടെ ഇടയിൽ ഞാൻ അത്രയും എൻ്റെ ഒരു വൾണറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഞാൻ അവരോട് ഹ്യൂമർ സൈഡിലോട് പറയുമ്പോ അവർക്ക് അതൊരു പുതിയ പ്രചോദനമായിരിക്കും. ഇവൻ എന്തൊരു ഈസി ആയിട്ടാ ആ കാര്യത്തിന് കാണുന്നേ, അല്ലെങ്കിൽ എന്തൊരു ഇതാക്കിയിട്ടാവും പോസിറ്റീവായിട്ട് പറയുന്നേ, അവന്റെ ഒരു കുറവ് സാധാരണ അങ്ങനെ പറയില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോ എനിക്ക് അതൊക്കെയാണ് എന്നെ വീണ്ടും വീണ്ടും കൂട്ടി ഓക്കെ പുറത്ത് ആരറിയണ്ട, ഇതെന്റെ മാത്രം പ്രശ്നം. ആ പ്രശ്നത്തിനെ ചിരിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ചിരി തിരിച്ചു കിട്ടി കഴിഞ്ഞാൽ ഓക്കെ, അപ്പൊ എന്റെ ആ വിഷമം ഈക്വലായി പൊക്കോളും. അങ്ങനെ ഗ്രാജുവലി ആണ് ഈ ഇൻസെക്യൂരിറ്റീസിനെ മാറ്റിയെന്നല്ല, ഇപ്പോഴും ഉണ്ടാവും ഉള്ളിൽ എവിടെയോ ഞാൻ എടുത്തു വെച്ചേക്ക. ഇപ്പൊ കറക്റ്റ് ആയിട്ട് എവിടെ ഇരിക്കണേന്ന് അറിയില്ല, ബട്ട് അതെവിടെയോ ഉള്ളില് നമ്മുടെ ഇതുകളായിട്ട് കിടപ്പുണ്ടാവും. അത് ഉറപ്പായിട്ടുണ്ടാവല്ലോ. നമ്മൾ പാസ്റ്റ് തൊട്ട് നമ്മുടെ ചൈൽഡ്ഹുഡ് തൊട്ട് നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുള്ള ഓരോ വിഷമങ്ങളും ട്രോമ എന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയ ചെറിയ ഇൻസിഡന്റുകളായിരിക്കും നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. നമുക്കൊരു പിക്ചർ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ലൈഫ് കാണാനൊന്നും പറ്റത്തില്ലല്ലോ. നമുക്ക് ഓരോ ഇൻസിഡന്റുകളായിരിക്കുമല്ലോ മെമ്മറി. ആ ഇൻസിഡന്റുകൾ ഒബ്വിയസ്ലി എന്റെ ഭയങ്കര സാഡ് ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടാവും, ഞാൻ കരഞ്ഞ സിറ്റുവേഷൻസ് ഉണ്ടാവും, എന്റെ ഏറ്റവും അപ്പുറത്തെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നമ്മളെ എവിടെയും ഇല്ലാത്ത പോലെ സംസാരിച്ച കുറെ ഇൻസിഡൻസ് ഉണ്ടാവും. അതൊക്കെ ഈ പറയുന്ന പോലെ ഉള്ളിക്ക് എടുത്ത് വെച്ച് ഓരോ ഷോയും ഓരോ കാര്യങ്ങൾ കഴിയുമ്പോ ആൾക്കാരുടെ ഇഷ്ടമൊക്കെ കാണുമ്പോ നമുക്കത് മാറ്റി വരാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ആക്ച്വലി ഇപ്പൊ ചേട്ടൻ ഇത് പറയുമ്പോ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, അതായത് ആക്ടേഴ്സിന്റെ ലൈഫ് ഒക്കെ ഭയങ്കര ഈസി. അവർ 1-2 സിനിമ അല്ലെങ്കിൽ ഒരു ഷോ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവരുടെ ലൈഫ് ഒക്കെ സെറ്റിലായി. അപ്പം ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് പേരുടെ അനുഭവങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതായത് വീട്ടിൽ അടുത്ത ആളുകൾ മരണപ്പെടുമ്പോഴും ഇവിടെ പെർഫോം ചെയ്യേണ്ട വരുന്ന ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കടന്നു പോകേണ്ട വരുന്ന ആളുകളുടെ ഒരുപാട് ആക്ടേഴ്സിന്റെ കഥകളൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ ചേട്ടന്റെ കാര്യം ഇങ്ങനെ അടുത്ത് കേൾക്കുമ്പോഴത്തേക്ക് ആളുകളുടെ ഈ ധാരണയുണ്ടല്ലോ, ലൈക്ക് ഒരു ആക്ടർ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ടിവിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പബ്ലിക് ഫിഗർ ആയി കഴിഞ്ഞാൽ ലൈഫ് ഫുൾ സെറ്റിലാണ് എന്നുള്ളൊരു തോട്ട് ഉണ്ട്. അത് എത്രത്തോളം ചേട്ടന് തോന്നുന്നുണ്ട് ഇപ്പം? അത് ആൾക്കാരുടെ ഉള്ളിലുള്ള ഒരു തെറ്റിദ്ധാരണ. ഇവിടെ ഓപ്പർച്യൂണിറ്റി കിട്ടാന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ആ ഓപ്പർച്യൂണിറ്റി കിട്ടി ഇവിടെ നിലനിൽക്കാന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോ ലക്ക് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ലക്ക് മാത്രം ആയിരിക്കത്തില്ല ഇവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ ഇവിടെ നിലനിൽക്കുന്ന ആരും ലക്കിന്റെ പുറത്ത് മാത്രം നിൽക്കുന്നവരല്ല. അത് ഇപ്പൊ നമ്മളിപ്പോ പറയുകയാണെങ്കിൽ ഇപ്പോ സ്റ്റാർട്ടുള്ള മറ്റേ നെപ്പോ കിഡ്സ് എന്നൊക്കെ പറയുമല്ലോ ബാക്കി ലാംഗ്വേജുകളിലായാലും എവിടെ, അവര് പോലും ഒരു 10 സിനിമ അല്ലെങ്കിൽ 10 വർഷമായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ലക്കല്ല, അത് അവരുടെ ഹാർഡ് വർക്കാ. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഡിക്യുനൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പുള്ളിപ്പോഴും നമ്മൾക്ക് സ്റ്റാർ ആയിട്ട് തന്നെ നിൽക്കുന്നത്
പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ആയതുകൊണ്ടോ അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു അതുമായതുകൊണ്ട് മാത്രല്ല, പുള്ളി ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്, പണിയെടുക്കുന്നുണ്ട് പുള്ളി. ആ വർക്കിനാണ് പ്രേക്ഷകർ കൈയടിക്കുന്നതും ഇത് ചെയ്യുന്നതും. അതുകൊണ്ടാണ് അവിടെ നിലനിൽക്കാൻ പറ്റുന്നത്. ഞാൻ ഡിക്കിനെ പറ്റി പറയാൻ ആളൊന്നല്ല, ബട്ട് ഞാൻ പറഞ്ഞത് അവര് എല്ലാവർക്കും കണക്ട് ആവാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഞാനും വിശ്വസിക്കുന്ന ഇവിടെ നിലനിന്ന് പോവാന്ന് പറയുന്നത് തന്നെ ഒരു പ്രോസസ്സാ, ഇതൊരു ലോങ് പ്രോസസ്സാ. ഇതിനൊരു അപ്പ് ആൻഡ് ഡൗൺസ് നേരത്തെ പറഞ്ഞ പോലെ ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഇടയില് നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നം, കാരണം ഇത് നമ്മള് എവിടെയെങ്കിലും ഒരു റൂമില് 4 ചുവരിന്റെ ഉള്ളില് ഒരു സ്ഥലത്തിരുന്ന് വർക്ക് ചെയ്യുന്നത് അതൊന്നല്ല. എന്റെ ഇമോഷൻസിനെ ഒക്കെ ഞാൻ കാണിക്കുക പബ്ലിക്കലി. അപ്പൊ സ്വാഭാവികം, അപ്പൊ ഞാൻ റിയലൈസ് ചെയ്യണം എന്റെ ഏതൊക്കെ ഇമോഷൻസ് അവര് കാണണം എന്നുള്ളത്. അപ്പോ സ്റ്റേജിൽ ഒരു 2 ഷോയോ ഒരു 2 സിനിമയോ കിട്ടിക്കഴിഞ്ഞാ, ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാനിപ്പോ ഒരു 7-8 ഷോസുകള് ആങ്കർ ചെയ്തിട്ടുണ്ട്. ഞാനൊരു 10, 12, 13, 14 സിനിമ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കരിയർ സ്റ്റോപ്പ് ചെയ്യാന്ന് വിചാരിക്കും. എനിക്ക് ഈ ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യാൻ മീൻസ് എനിക്ക് ഇനി വർക്കുകള് കുറയുന്ന സമയം, ഇതിൽ നിന്ന് കുറഞ്ഞ ഞാൻ എന്റെ പാസ്റ്റ് വെച്ചിട്ട് എനിക്ക് ജീവിക്കാനേ പറ്റത്തില്ല. ഞാൻ ഇനി എന്റെ അടുത്ത വർക്കിന് വേണ്ടി ഞാൻ ഇപ്പൊ വർക്ക് ചെയ്താലേ എനിക്ക് അടുത്ത വർക്കുള്ളൂ. അല്ലാതെ ഞാൻ പിന്നെ എന്തിനു മുത്തേന്ന് 7 വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് കുറെ പേര് കണ്ടിട്ട് കുറെ പേർക്ക് ഇഷ്ടമായിരുന്നു എന്ന് വിചാരിച്ചിട്ട് എനിക്കിപ്പോ സിനിമ കിട്ടില്ല. അപ്പൊ 2 സിനിമയിൽ അതൊക്കെ ഓക്കെയാണ്, ആൾക്കാരുടെ ഇടയിൽ ഫെയിം ആവാം, ശ്രദ്ധിക്കപ്പെടാം. പക്ഷെ അതൊരു നിലനിൽപ്പിന് അതൊട്ടും ഉപകാരപ്പെടില്ല. നിലനിൽപ്പിന് നമ്മൾ വർക്ക് തന്നെ ചെയ്യണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് നമ്മൾ ജസ്റ്റ് എൻട്രി മാത്രം പോരാ, നമ്മൾ കണ്ടിന്യൂസ് അതിന് വേണ്ടി ഹാർഡ് വർക്ക്. ചേട്ടന് എപ്പോഴെങ്കിലും ഈ പറഞ്ഞ പോലെ ഓഡിയൻസിനോട് ഒരു റെസ്പോൺസിബിലിറ്റി എനിക്ക് ഉണ്ട് എന്നുള്ളൊരു തോന്നല് വന്നിട്ടുണ്ടോ? ലൈക്ക് അത് ചേട്ടന്റെ ഒരു ഇഷ്ടം നോക്കിയിട്ട് മാത്രമാണോ, അല്ലെങ്കിൽ ഓഡിയൻസിനോട് എനിക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, അവർക്ക് ഇത് ഞാൻ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വന്നിട്ട് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, ഞാന് കൂടുതൽ ഈ എന്റർടൈനിങ് ആയിട്ടുള്ള സ്പേസ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ എന്റർടൈൻ ചെയ്യിപ്പിക്കാനാണ് കൂടുതൽ ഇതാക്കിയിട്ടുള്ളത്. അല്ലാതെ അവർക്കൊരു എന്റെ ഒരു പെർഫോമൻസിലൂടെ ഒരു ബോധവൽക്കരണം ഉണ്ടാവണം, അല്ലെങ്കിൽ അവർക്കൊരു മാറ്റം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്നും. പിന്നെ ഓഫ് കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം ഞാൻ പോസിറ്റീവായിട്ട് പറയുമ്പോൾ ആർക്കെങ്കിലും അതൊരു ഓക്കെ, അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ നമുക്ക് ഇപ്പോ എന്റെ ഒരു മോട്ടിവേഷൻ ടോക്ക് ഒക്കെ കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ ഇത് വന്നു എന്ന് പറയുന്നത് എനിക്ക് സന്തോഷം തന്നെയാണ്. ബട്ട് ഞാനൊരു റെസ്പോൺസിബിലിറ്റി ഞാൻ അങ്ങനെ ഏറ്റെടുത്തിട്ടില്ല. ലൈക്ക് ഒരു പൊളിറ്റിക്കലി ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കണം എന്റെ പെർഫോമൻസിലൂടെ. മേ ബി ചിലപ്പോൾ സിനിമകളിലെ ഗ്രാജുവലുള്ള എന്റെ സിനിമകളിലൂടെ ചിലപ്പോ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് ചിലപ്പോ കുറച്ചും കൂടി പ്രതിബദ്ധത വരുമായിരിക്കും. ഞാൻ കൂടുതലായിട്ട് ഈ ക്യാരക്ടർ ഇങ്ങനെ വന്ന സമൂഹത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള ചിന്തകൾ വെച്ചിട്ട് ഇപ്പൊ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടില്ല. മേ ബി ചിലപ്പോ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തില് നമ്മൾ അതിനെ പറ്റി അത്യാവശ്യം ബോധവൽക്കരണം ഉണ്ടാവണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറെ പേരുണ്ടാവും നമുക്ക് ചുറ്റും. സ്റ്റേജിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഞാൻ ലിറ്ററലി ഫുൾ ഹ്യൂമർ, എന്റർടൈനിങ്, ഫൺ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് പോകുന്നത്. സിനിമയിലോട്ട് വരുമ്പോഴാണ് കുറച്ചും കൂടി നമ്മൾ ആക്കി വന്നുകൊണ്ടിരിക്കുന്നത്. ഡീപ്പായിട്ട് ഞാനാണെങ്കിൽ നിന്നോട് എന്തെങ്കിലും തമാശ പറഞ്ഞിരിക്കാന്നൊക്കെ വന്ന് വിചാരിച്ചപ്പോ ഭയങ്കര കാര്യമായി ഞാൻ തന്നെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഞാൻ എന്റെ റൂട്ട് മാറ്റാനുള്ള എന്റെ ചളിയൊക്കെ നിർത്തിയിട്ട് കുറച്ച് ഇന്റലക്ച്വൽ ആവുമ്പോ ഓക്കെ. ഇന്റലക്ച്വൽ ഒന്നും ചോദിച്ചില്ലല്ലോ എന്നോട്. വേറെ തീപ്പൊരി ഇടുന്ന പോലെ തീ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റേ അത് കത്തി അങ്ങ് പോകുന്നുണ്ട് എന്തായാലും. പക്ഷെ നല്ല രസമുണ്ട് ചേട്ടൻ ഇങ്ങനെ, ചേട്ടന്റെ വേറൊരു മുഖമായിരിക്കും ഈ ഇന്റർവ്യൂ കഴിയുമ്പോഴത്തേക്ക് ഓഡിയൻസ് അല്ലേ? അല്ല, പക്ഷെ നമ്മുടെ തിയേറ്റർ അതെ തിയേറ്ററിനകത്തും ആക്ച്വലി ഞാൻ വിചാരിച്ചു ഇനിയിപ്പൊ എവിടെങ്കിലും ഒക്കെ കോമഡി ഒക്കെ പറഞ്ഞു വരുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷെ ഇല്ല, ആ ക്യാരക്ടർ അങ്ങനെ തന്നെ ക്യാരക്ടറിന്റെ ഒരു ആർക്ക് ഉണ്ട് തിയേറ്ററിൽ. എനിക്ക് അതായിരുന്നു എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ പലയിടത്തും ചിലപ്പോ ചാനലിലെ ഷോസ് ഒക്കെ കണ്ടിട്ടാവും ചിലവരൊക്കെ വിളിക്കുക. അപ്പോ ചിലവരൊക്കെ ചിലപ്പോ അവർക്ക് അത് തന്നെയായിരിക്കും വേണ്ടി വരിക, ആ ചാനലിലെ എനർജി ചിലപ്പോ. അപ്പൊ ആ ക്യാരക്ടർ ചിലപ്പോ ഒരു സ്റ്റാർട്ടിങ് എന്തൊന്നും ഉണ്ടാവില്ല,
ത്രൂ ഔട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ത്രൂ ഔട്ട് ഉണ്ടാവും. പക്ഷെ ആ ക്യാരക്ടറിന്റെ ആർക്ക് ചിലപ്പോ ഒറ്റ സ്ഥലത്ത് തന്നെയോ നിൽക്കുന്നുണ്ടാവുക. എല്ലാ സീൻസിലും ചിലപ്പോ ഒരേ രീതിയിലായിരിക്കും ആ ക്യാരക്ടറിന്റെ ഒക്കെ ചിലപ്പോ ഉണ്ടാവുക. എല്ലാതും ഒന്നും അല്ല കേട്ടോ, ചില മൂവീസിലൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. മീൻസ് ചാനൽ ഷോസ് കണ്ടിട്ടായിരിക്കും നമ്മളെ ചിലപ്പോ വിളിക്കുന്നത്. അപ്പോ അത് വെച്ച് നമ്മൾ ചിലപ്പോ ഒരു ലിമിറ്റഡ് സ്പേസിൽ ആ ക്യാരക്ടർ ഉണ്ടാവുക. അപ്പൊ ചിലപ്പോ ആ ക്യാരക്ടറിനെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ ചിലപ്പോ പറ്റുന്നില്ല. കാരണം ചിലപ്പോ അതിനൊരു സ്റ്റാർട്ടോ എൻഡോ ഒന്നും ഉണ്ടാവില്ല. എന്റെ കംഫർട്ട് സോൺ അല്ലാത്ത ക്യാരക്ടേഴ്സ് വരുമ്പോഴായിരിക്കും മേ ബി ഞാൻ വർക്ക് ചെയ്യുന്നതും. അപ്പൊ അത് നമ്മൾ കുറച്ചും കൂടി അപ്പൊ അതിന്റെ ഇൻപുട്ട് ഇടുന്നതനുസരിച്ച് നമുക്ക് വരുന്ന ഔട്ട്പുട്ട് വേറെ ആയിരിക്കും. ഞാൻ ആക്ച്വലി നിങ്ങളെപ്പോലുള്ള ആക്ടേഴ്സിന്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കാണ് ആളുകളുടെ ഉള്ളിലുള്ള ധാരണയൊക്കെയാ ആക്ടിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാ, എന്താ പാട് ക്യാമറ ഓൺ ആക്കുന്നു, ആക്ഷൻ പറയുന്നു, എന്തൊക്കെ കാണിക്കുന്നു, പോകുന്നു, ഇത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞതിനകത്ത് തന്നെ ഉണ്ട് ആ ഒരു ക്യാരക്ടറിലേക്ക് ആവാൻ വേണ്ടിട്ട് നിങ്ങൾ എടുക്കുന്ന ഒരു എഫേർട്ട് എന്ന് പറയുന്നത്. അത് ഓരോരുത്തരുടെ പ്രോസസ്സ് വെവ്വേറെ ആയിരിക്കും. അപ്പൊ ഞാനിപ്പോ നേരത്തെ ഒരു ഇന്റർവ്യൂല് പറയുമായിരുന്നു, അതായത് എനിക്ക് കൂടുതലും ഒരു ആക്ടർ നമ്മുടെ കൂടെ അഭിനയിക്കുമ്പോ അല്ലെങ്കിൽ നമ്മളിപ്പോ ലൊക്കേഷനിൽ ഉണ്ടാവുമല്ലോ, ഇപ്പൊ വേറെ ആർട്ടിസ്റ്റുകൾക്ക് സീൻ എടുക്കുമ്പോൾ ഇപ്പൊ ഏതെങ്കിലും സീനിയർ ആർട്ടിസ്റ്റുകളാണ്, നല്ല ആക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ അവരുടെ ഈ ആക്ഷൻ കട്ടിന്റെ ഇടയിലുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടല്ലോ, അതിനേക്കാളും എനിക്ക് ഇൻസ്പയർ ചെയ്യാൻ ഇഷ്ടം ഈ ആക്ഷന് മുമ്പ് കട്ടിന് ശേഷമുള്ള അവരുടെ ഒരു സ്പേസാണ്. അത് ഞാൻ ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാ, ആക്ടർ ആയതുകൊണ്ടാ. ഓഡിയൻസ് എന്നുള്ള രീതിയിൽ എനിക്ക് ഈ ആക്ഷന്റെ കട്ടിന്റെ ഇടയിലുള്ളത് മാത്രം നോക്കിയാൽ മതി. ഞാൻ ആക്ടറായിട്ട് എന്നെ കാണുന്നതുകൊണ്ട് ഞാൻ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നത് ഈ ആക്ഷന് മുമ്പ് പുള്ളി എങ്ങനെയാണ് ആ ക്യാരക്ടറിനെ ഹോൾഡ് ചെയ്യുന്നത്, പുള്ളി എങ്ങനെയാണ് ആ ക്യാരക്ടറിനെ ഉൾക്കൊള്ളുന്നത് എന്നൊക്കെ അറിയാനും, കട്ടിന് ശേഷം എങ്ങനെയാണ് ആ ക്യാരക്ടറിനെ പിടിച്ചു പോകുന്ന രീതി അല്ലെങ്കിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, അവരുടെ ആ ഒരു ഇതുണ്ട്. അത് ഓരോ ആക്ടേഴ്സും ഓരോ രീതിയിലാണ് ക്യാരക്ടർ. ചിലവര് വരുമ്പോ തൊട്ട് ആ ക്യാരക്ടറിനെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നവരുണ്ടാവും. ആ ക്യാരക്ടറിന്റെ ഫസ്ട്രേഷനും ദേഷ്യം വിഷമൊക്കെ രാവിലെ തൊട്ട് അവരുടെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് ആലോചിച്ച് ആ ഉള്ളിൽ ആ വിഷമം കൊണ്ട് നടക്കും. പിന്നെ പെർഫോമൻസ് ചെയ്യുമ്പോ അതൊക്കെ പൊട്ടിത്തെറിച്ച് പെർഫോമൻസ് ചെയ്യുമ്പോ അടിപൊളിയാവും. ചില ആക്ടേഴ്സ് ഭയങ്കര സിമ്പിൾ ആയിരിക്കും, ഭയങ്കര ജോലിയായിട്ട് വരുന്നു, ഇതൊക്കെ ചെയ്യുന്നു, അവര് ഡയലോഗ് പഠിക്കുന്ന പോലും നമ്മൾ ചിലപ്പോൾ കാണില്ല, അങ്ങനെ ചെയ്യുന്ന ആക്ഷനും കട്ടിന്ന് വരുമ്പോ വൻ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു പോകുന്നു. പുറത്തുനിന്ന് കാണുന്നവർക്ക് ഒരു ഡയലോഗ് പറയുന്നു, നോക്കുന്നു, ചിരിക്കുന്നു എന്നൊക്കെ ഉള്ളതാണെങ്കിലും ഇച്ചിരി പണിയുള്ള പരിപാടി. അത് സത്യമാണ്. നിങ്ങളുടെ ഇപ്പൊ മൂവിയുടെ ഒരു ടൈം സ്കെഡ്യൂൾ ആണെങ്കിൽ പോലും മോർണിംഗ് 6 to 6 അല്ല 6 to 9. ഏത് 6 to 6 മനസ്സിലായില്ല. ഷെഡ്യൂൾ വരുന്ന ടൈമിംഗ് ഷൂട്ടിന്റെ 6 to 9 ആണ് മൂവി ഷൂട്ടിംഗ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 6 മണി 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യില്ല, 6 മണിക്കൊക്കെ കോൾ ടൈം. അപ്പൊ വണ്ടി 6 മണിക്ക് വരെ. അപ്പൊ അത് രാവിലത്തെ ലൈറ്റിന്റെ ഇതൊക്കെ അനുസരിച്ചിരിക്കും. 6 മണിയാണ് നമ്മുടെ ബേസിക് കോൾ ടൈം ടു 9 മണി കഴിഞ്ഞാൽ അത് 2 മണി വരെ 1:30 ആവും. 1:30 ബാറ്റ എന്നൊക്കെ പറയില്ലേ നമ്മള്, ഡെയിലി ബാറ്റ ആയിരിക്കും കുറെ ടെക്നീഷ്യന്മാർക്ക്. അപ്പൊ അത് 2 മണി വരെ ആണെങ്കിൽ അത് 1:30 ബാറ്റയാവും. 2 മണി കഴിഞ്ഞാൽ അത് 2 ബാറ്റയാവും. അപ്പോ ബേസിക് നമ്മളവിടെ കേരളത്തിൽ 9 മണി വരെ, തമിഴ്നാട്ടിലും ഇവിടെ ഒക്കെ ടൈമിന് ചേഞ്ച് ഉണ്ട്. വൈകുന്നേരം 6 മണി വരെ ഉള്ളു, അവർക്ക് നൈറ്റ് ഇല്ല. പിന്നെ കന്നഡയിലും ഇവിടെയൊക്കെ ഞാൻ ഒരു കന്നഡ പടം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ആക്ച്വലി ഭയങ്കര സുഖം. സൺഡേ ഒക്കെ മുടക്കാം, ഞായറാഴ്ച ഒക്കെ മുടക്കാം. വൈകുന്നേരം 6 മണിയാകുമ്പോ ഇത് തീരും. അതിന് 9 മണി വരെ എക്സ്ട്രാ നിൽക്കുമ്പോ. അപ്പൊ എന്റെ കൂടെ ഒരു പയ്യനുണ്ടായിരുന്നു അസിസ്റ്റ് ചെയ്യാൻ, ഇങ്ങനെ സഹായിക്കാനൊക്കെ ആയിട്ട്, മേക്കപ്പിനും ഇതിനൊക്കെ. അപ്പൊ അവന്റെ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ 9 മണി വരെ എന്നുള്ളത് തന്നെ അവിടെ 9 മണി വരെ നിന്നാ മതി. പക്ഷെ അവിടെ 1:30 ബാറ്റയോ 1:30 അപ്പൊ നമ്മളിപ്പോ മറ്റേ ഇതായിരുന്നു അത് ഭയങ്കര ഈ പറയുന്ന പോലെ നമ്മുടെ ഇവിടുത്തെ ടൈമിങ്ങും ഇതൊക്കെ ഇങ്ങനെ ലിമിറ്റഡ്. നമ്മുടെ ചെറിയ ഇൻഡസ്ട്രി ആണല്ലോ, അപ്പൊ ലിമിറ്റേഷൻസ് ഉണ്ടാവും പ്രൊഡക്ഷന്റെ ഇതൊക്കെ. അവിടെ കുറച്ചും കൂടി അവിടെ ചെറിയ പ്രൊഡക്ഷന് പോലും ചിലപ്പോ നമുക്ക് ഇവിടെ നോക്കുമ്പോ ഭയങ്കര, കാരണം 9 മണി വരെ ഷൂട്ട് ചെയ്യാൻ ചിലപ്പോ 6 മണിക്കൊക്കെ ചിലപ്പോ പാക്കപ്പ് ഒക്കെ ആവുന്നേ ചില ദിവസങ്ങളില്. അത്രയും നൈറ്റ് ഒക്കെ ഷൂട്ട് ചെയ്യേണ്ടി വന്നാൽ മാത്രമേ അവര് 6 മണിക്ക് ശേഷം പോകുള്ളൂ. ഇത് 6-6:30 പാക്കപ്പ് ആയി, നമ്മള് ഫ്രീ ആയി. പിന്നെ സൺഡേ വെള്ളിയാഴ്ച ഒക്കെ ആണെങ്കിൽ, ശനിയാഴ്ച ഒക്കെ ആണെങ്കിൽ സുഖ. ശനിയാഴ്ച 6 മണിയാകുമ്പോഴേക്കും പാക്കപ്പ് ആവുന്നു, പിന്നെ ഞായറാഴ്ച മുടക്ക്, പിന്നെ വീട്
മറ്റേ ഇതുപോലെയൊക്കെ ഇവിടെ ആകുമ്പോ 6 മണി തൊട്ട് 9 മണി വരെയാണ് ടൈം. പക്ഷെ നമുക്ക് ഈ കണ്ടിന്യൂസ് ആക്ടേഴ്സിനെ സംബന്ധിച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കേണ്ട ഇതുണ്ടാവില്ല. നമുക്ക് ഷൂട്ട് ഉണ്ടെങ്കിൽ മാത്രം നിന്നാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ഷൂട്ടിനനുസരിച്ച് ടൈമിംഗ് ഒക്കെ ചിലപ്പോ ഉച്ച തൊട്ടായിരിക്കും നമ്മുടെ പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ രാവിലെ വേറെ ആർട്ടിസ്റ്റുകളൊക്കെ ആണെങ്കിൽ ഉച്ചക്ക് പോയാൽ മതി. രാവിലെ തന്നെ പോയിരിക്കണം എന്നൊന്നുമില്ല. അത് അവര് പറയുന്നതിനനുസരിച്ച് ഇതാവും. പിന്നെ കഷ്ടപ്പാട് കൂടുതൽ ടെക്നീഷ്യന്മാരാണ് ആക്ച്വലി. അവര് ചില്ലറ പണിയൊന്നല്ല ഒരു സെറ്റില് ചെയ്യാ. അതിന് നമുക്ക് അവരോട് എത്ര റെസ്പെക്ട് കാണിച്ചാലും മതിയാവില്ല. അത്രേ ഉള്ളൂ. സംസാരിച്ചില്ല നമ്മള്, കൊറേ വിശദമായി സംസാരിച്ചു. എത്ര മണിക്കൂറുകൾക്ക് പാസ് ചെയ്ത് പോയി. ഇതെങ്ങനെ നിങ്ങൾ എത്ര എപ്പിസോഡായിട്ട് ഇറക്കും? ഞാൻ ഇതിന് മുമ്പത്തെ ഇന്റർവ്യൂല് തന്നെയായിരുന്നു പ്രശ്നം. ഇങ്ങനെ ഘോരം സംസാരിച്ച് ഇത് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അപ്പുറത്ത് അവര് പറയുമ്പോ അവരെ കളിയാക്കിയിട്ടൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഫോക്കസ് ആയപ്പോ അതെ. അന്ന് നമ്മൾ ഇൻസെക്യൂരിറ്റി പറഞ്ഞപ്പോ കോമഡി ആയി. ഇതിപ്പോ സീരിയസ് ആയി. രണ്ടുപേരും കൂടെ എന്ത് സംസാരിക്കും. അപ്പൊ ചേട്ടാ ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ ഇനി ഒരുപാട് നായിക വേഷങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ചേട്ടനെ ഇന്റർവ്യൂ ചെയ്യട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഓരോ സിനിമ കഴിയുമ്പോൾ ഇതേപോലെ റിവ്യൂവിന് വരാം, കാണാം, ഇഷ്ടപ്പെട്ട അപ്പൊ തന്നെ ഇന്റർവ്യൂവിന് വിളിക്കാം. അതെ, ഇത് എന്റെ ഫ്ലോറാണ്. ഇടയ്ക്കിടയ്ക്ക് പോരെ നമുക്കൊരു എപ്പിസോഡ് സീരീസ് ആയിട്ട് അങ്ങ് ചെയ്യാം. ഇതിപ്പോ എന്തായാലും ഒരു 5-6 എപ്പിസോഡുണ്ടാവും ഒരു സീരീസിലുള്ള. അതെ അതെ, ഞാൻ ഷോർട്സ് ഇട്ട് ചേട്ടനെ അങ്ങ് വൈറലാക്കും. ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് ചേട്ടാ, വന്നതിൽ സന്തോഷം.